ഹരി ഓം, നമസ്കാരം. 2 ദിവസമായി വീഡിയോ ഇടാഞ്ഞത് അല്പം ജലദോഷം ഉണ്ടായതുകൊണ്ടാണ്, ശബ്ദത്തിന് ചെറിയ വേരിയേഷൻ ഉണ്ടായതുകൊണ്ടാണ്. സുഹൃത്തുക്കളായ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഭാഗവതം പ്രഥമ സ്കന്ധവും ദ്വിതീയ സ്കന്ധവും ഭാഗവത ലക്ഷണം, അതായത് സർഗം എന്ന ലക്ഷണം ആരംഭിക്കുന്നതിന് മുമ്പുള്ള 2 പ്രബന്ധങ്ങളായിട്ടാണ് ഭാഗവതം പ്രഥമ സ്കന്ധവും ദ്വിതീയ സ്കന്ധവും ആചാര്യൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ ഭാഗവതത്തിൻ്റെ അധികാരിയെ സൂചിപ്പിച്ചുകൊണ്ട് പരീക്ഷിത് രാജാവിനെയും ശുഖബ്രഹ്മർഷിയെയും അവതരിപ്പിച്ച് അവിടെ പരീക്ഷിത് രാജ്യഭാരം ഏറ്റെടുക്കുകയും ദിഗ്വിജയം ചെയ്ത് രാജ്യഭാരം ഏറ്റെടുത്തുകൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ക്ഷേമത്തെയും പ്രജകളുടെയും ക്ഷേമത്തെയൊക്കെ യഥാവിധം അദ്ദേഹം പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹം നായാട്ടിന് പോയിട്ട് വരുമ്പോൾ മധ്യാഹ്നാദവ് ഉണ്ടായപ്പോൾ ദാഹജലത്തിന് പ്രവേശം ഉണ്ടാകുകയും ഒരു ആശ്രമത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും അവിടെ ആശ്രമത്തിൽ തപസ്സിലിരുന്ന ശമീക മഹർഷിയെ കണ്ട് അദ്ദേഹത്തിനോട് അല്പം ദാഹജലം ചോദിക്കുകയും എന്നാൽ സമാധിയിലിരുന്ന അദ്ദേഹം പരീക്ഷിത് രാജാവിൻ്റെ ചോദ്യമോ അദ്ദേഹത്തെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ട് അതിലെ കോപം ഉണ്ടായ പരീക്ഷിത് രാജാവ് തൊട്ടടുത്ത് കണ്ട ഒരു മൃതസർപ്പത്തെ രാജാവ് വില്ലുകൊണ്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ ചുമലിലിടുകയും ഈ വാർത്ത ശമീകജനായിരിക്കുന്ന ഗവിജാതൻ എന്ന അദ്ദേഹത്തിൻ്റെ പുത്രൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൽ നിന്നറിയുകയും പെട്ടെന്ന് തന്നെ പരീക്ഷിത് രാജാവിനെ ശപിക്കുകയും ചെയ്തു. ഇന്നേക്ക് 7-ാം നാൾ തക്ഷദംശനം കൊണ്ട് മരണം ഭവിക്കട്ടെ എന്ന്. ഈ ശാപം ആഗതമായ നിമിഷം തന്നെ, അതായത് പരീക്ഷിത് രാജാവിന് ശാപവാർത്ത അറിയാൻ സാധിക്കുകയും ഗവിജാതൻ തന്നെ അദ്ദേഹത്തെ കൊട്ടാരത്തിലെത്തി ഈ ശാപവാർത്തയെ അറിയിച്ചു. എന്നാൽ ശപിച്ച മഹർഷിയോട് യാതൊരു വിധമായ വൈരുദ്ധ്യവും വൈരാഗ്യവും ഒന്നും തോന്നാതെ അത് ഭഗവൻ നിശ്ചയമാണ് എന്ന് പറഞ്ഞ് ശാപം ചെയ്ത മഹർഷിപുത്രനെ അദ്ദേഹം സാന്ത്വനിപ്പിച്ച് കൊട്ടാരത്തിൽ നിന്ന് നയിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സദസ്സിലിരുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു, അതായത് സർപ്പം കടിച്ചു മരിച്ചാൽ മോക്ഷം കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പം നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളനുസരിച്ച് അപമൃത്യു ഉണ്ടായിക്കഴിഞ്ഞാൽ മോക്ഷം കിട്ടില്ല എന്നാണ്. അപ്പം പാമ്പ് കടിച്ച് മരിച്ചാലോ, അല്ലെങ്കിൽ ആന കുത്തിക്കൊന്നാലോ, കറണ്ടടിച്ച് മരിച്ചാലോ, അല്ലെങ്കിൽ വല്ല കെട്ടിടങ്ങൾ ഉരുണ്ട് തലയിൽ വീണ് ദേഹത്ത് വീണ് മരിച്ചാലോ ഒന്നും മോക്ഷം കിട്ടില്ല എന്നാണ് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു, പാമ്പ് കടിച്ച് മരിച്ചാൽ മോക്ഷം കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർക്ക് ആർക്കും അതിൻ്റെ ഉത്തരം അറിയാതിരുന്നപ്പോൾ ഭഗവത് അനുഗ്രഹത്താൽ ബ്രഹ്മപുത്രനായ ബ്രഹ്മസ്വരൂപത്തിൽ അവതരിച്ച ശുഖമഹർഷി അവിടേക്ക് ആഗതനാകുകയും അദ്ദേഹത്തെ യഥാവിധം പൂജിച്ച് പരീക്ഷിത് രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, സർപ്പദംശനം കൊണ്ട് മരണം ഭവിച്ചാൽ മോക്ഷം കിട്ടാൻ എന്താണ് ഉപാധിയെന്ന്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് വിഷ്ണുരാധനായിരിക്കുന്ന പരീക്ഷത്തിന് ഭാഗവതം ശുഖബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ആ ശുഖബ്രഹ്മർഷിയുടെ ഉപദേശത്തിൽ അദ്ദേഹം പരീക്ഷിത്ത് മോക്ഷത്തിലെത്തിയതായിട്ടുമാണ് ഭാഗവതം സൂചിപ്പിക്കുന്നത്. ഇവിടെ പ്രഥമ സ്കന്ധത്തിലൂടെ പരീക്ഷത്തിനോട് ശുഖബ്രഹ്മർഷി പറഞ്ഞിരിക്കുന്നത്, സ്ഥൂലസ്വരൂപനായി പ്രപഞ്ചം മുഴുവൻ സ്വരൂപാകാരത്തിൽ നിൽക്കുന്ന സഗുണസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ കീർത്തനങ്ങൾ കൊണ്ടും പൂജകൾ കൊണ്ടും സഗുണസ്വരൂപത്തിൽ ആരാധിച്ച് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നത് കൊണ്ട് സകല ആത്മാക്കൾക്കും ആനന്ദാനുഭൂതി ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചപ്പോഴാണ് ദ്വിതീയ സ്കന്ധത്തിൽ, അതായത് ഭഗവത് ഭജനാരംഭം എന്ന പ്രബന്ധത്തോടു കൂടി ഭാഗവതം ദ്വിതീയ സ്കന്ധം ആരംഭിക്കുന്നു. പരീക്ഷിത്ത് ശുഖബ്രഹ്മർഷിയോട് ചോദിച്ചു, അങ്ങ് സൂചിപ്പിച്ച ഈ സഗുണസ്വരൂപാകാരനായിരിക്കുന്ന സ്ഥൂല ബ്രഹ്മസ്വരൂപത്തിൽ ലീലാവിലാസങ്ങൾ ആടുന്ന ഈ ഭഗവാൻ
ശ്രീകൃഷ്ണമൂർത്തിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്നും പരബ്രഹ്മസ്വരൂപം സ്ഥൂല സ്വരൂപത്തിൽ സഗുണ സ്വരൂപാകാരനായി നിൽക്കുന്ന ആ അവസ്ഥയിൽ എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്, സ്ഥൂല സ്വരൂപത്തിൽ എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെയാണ് പരീക്ഷിത് രാജാവ് ശുകബ്രഹ്മർഷിയോട് ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ദ്വിതീയ സ്കന്ധം ഭഗവത് ഭജനാരംഭം എന്ന ഹെഡിങ്ങോടുകൂടി ഭാഗവതം കിളിപ്പാട്ട് ആരംഭിക്കുന്നത് തന്നെ. ഇപ്പം ശുകബ്രഹ്മർഷിയെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു. അതായത് ഭഗവത് ഗുണനാമ ചരിത്രാദികളെല്ലാം ശ്രോതവ്യമാകുന്നതും കേവലം തദ്രൂപങ്ങൾ ചേതസി സദാകാലം സ്മർത്തവ്യമാകുന്നതും പൂജനം കർത്തവ്യമാകുന്നതും അനുദിനം വ്യാജമന്യേ പലജാതിയും ഭഗവാനെ മനസ്സാ വാച പരികർമ്മണ ശീലിപ്പത് മാനുഷ്യജന്മത്തിങ്കൽ നല്ലത് പുരുഷാർത്ഥം സാധിച്ച് ജീവൻ മുക്തരായി വിളങ്ങിയിടും മഹാബോധികൾ തന്നെ കേവലം രമിക്കുന്നവരങ്ങനെ നിത്യം സുഖസേവ്യമായിരിപ്പോന്ന് തൽ ഗുണമഹിമകൾ ഞാനും ഔവണ്ണം ഗുണാധീതനെന്നിരിക്കലും മാനസാനന്ദം കൊണ്ട് ശീലിച്ചേൻ തൽ കീർത്തനം അതിനെ പ്രതിപാദിച്ചിടുന്നു ഭാഗവതം. അധികം പ്രധാനമായിരിക്കും പുരാണത്തിൽ അപുരാണത്തെ മമ താതനാം വേദവ്യാസൻ മുൾപ്പാട് ചമച്ചെന്നെ എപ്പേരും പഠിപ്പിച്ചു. തൽപ്രബന്ധത്തെ വിഷ്ണുരാധനാം നിനക്ക് ഞാൻ ഉൾപ്പൂവിൽ അത്യാനന്ദ സിദ്ധിതം ചൊല്ലാമല്ലോ എന്നാണ്. അതായത് ശുകബ്രഹ്മർഷി തന്നെ പറയുകയാണ്, അനേകം അതായത് ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെയുണ്ട് ഭഗവാന്റെ സ്ഥൂല സ്വരൂപാദികളെ പ്രകീർത്തിക്കുന്നത്. അതിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ ഭാഗവതം തന്നെയാണ്. അത് എൻ്റെ പിതാവായിരിക്കുന്ന വ്യാസനിൽ നിന്ന് ഞാൻ തന്നെ അത് പഠിച്ച് അത് നിനക്ക് ഞാൻ ഇവിടെ ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിന് ഒരു ഉദാഹരണം, ഭാഗവതത്തിൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് ബോധിപ്പിക്കാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് ഹഡ്വാങ്കൻ എന്ന് പറയുന്ന ഒരു രാജർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മുഹൂർത്തം മാത്രമേ ഇനി ഈ പ്രപഞ്ചത്തിൽ സ്ഥൂല ശരീരത്തിൽ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഇന്ദ്രനിൽ നിന്നറിയും. എന്നാൽ ആ ഒരു മുഹൂർത്തം മാത്രം കൊണ്ട് ഇനി മോക്ഷം കിട്ടാൻ എന്താണ് മാർഗം എന്ന് അദ്ദേഹം ചിന്തിക്കുകയും സകല ചരാചര വസ്തുക്കൾ നിറഞ്ഞു നിൽക്കുന്ന സർവഭൂതേഷു അന്തര്യാമി എന്ന പരമാത്മഭാവത്തെ അദ്ദേഹം തൻ്റെ എല്ലാവിധമായ സത്വഗുണ രജോ ഗുണ തമോ ഗുണ സ്വഭാവാദികളെ മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് ത്രിഗുണാതീത ഭക്തിയോപാസന കൊണ്ട് അത് ഹഡ്വാങ്കൻ എന്ന രാജർഷി ഒരു മുഹൂർത്തം മാത്രം കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ച കഥയും പരീക്ഷത്തിനെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ഹേ രാജാവേ, അങ്ങേക്ക് ഈ 7 ദിവസം കൊണ്ട് മോക്ഷത്തിൽ ചേരാൻ പറ്റുമോ എന്ന സംശയം പോലും വേണ്ട, ഒരു മുഹൂർത്തം മാത്രം കൊണ്ട് സാധിക്കാവുന്നതാണ് മോക്ഷം എന്ന് ഒരു ഉദാഹരണ സഹിതം ആ പരീക്ഷത്തിനെ ശുകബ്രഹ്മർഷി ബോധിപ്പിച്ചുകൊണ്ട് പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന അതായത് പൂർണ്ണസ്വരൂപനായിരിക്കുന്ന പരിപൂർണ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, പരമാത്മഭാവമായിരിക്കുന്ന ഭഗവാനെ സ്ഥൂല സ്വരൂപത്തിൽ വിരാട് സ്വരൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ വിരാട് രൂപധ്യാനം ആരംഭിക്കുന്നത്. നമുക്ക് അത് അല്പം ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് ആ വിരാട് സ്വരൂപധ്യാനം, പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭഗവാനെ സ്ഥൂല സ്വരൂപത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ധ്യാനിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഭാഗവതം കിളിപ്പാട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ വിരാട് രൂപധ്യാനം. അത് നമുക്ക് അല്പം ഒന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നിശ്ചയിച്ചേവം മുനീന്ദ്രോക്തികൾ കേട്ടുണ്ടായ വിശ്വാസത്തോട് വിഷ്ണുരാധനാ നൃപോത്തമൻ
ശ്രീശുകൻ തന്നെ തൊഴുതാശയ വിശുദ്ധനായി ആശു പിന്നെയും ചോദിച്ചിടിനാൻ, എവണ്ണം ഞാൻ ധ്യാനിക്കേണ്ടുന്നു കനിവോടരുൾ ചെയ്തിടേണം. ആനന്ദസാധ്യം മമ സായുജ്യം വരുത്തുവാൻ. നീതിയോടേവൻ ചോദിച്ചിടിന നൃപനുള്ളിൽ പ്രീതിയാം വണ്ണം അരുൾ ചെയ്തിത് മുനീന്ദ്രനും. കേട്ടുകൊള്ളുമെങ്കിൽ ഭവാൻ ഭഗവദ്ധ്യാനം കൊണ്ട് വാട്ടമിന്നിയേ മോക്ഷം വരുത്തും പ്രകാരങ്ങൾ നീക്കമിന്നിയേ മനോജയത്തോട് അനുവേലം. തത്കാക്ഷണം വിരയാതെ ഭഗവത് സ്ഥൂലരൂപം ചിന്തിച്ച് നിത്യം ഉറപ്പിക്കണം മനക്കാമ്പിൽ. തം തിരുവടി തന്നെ ലോകങ്ങൾ 14 പാതാളം പാദതലം പാർഷ്ണികൾ രസാതലം മീതിഴും ഗുൽഭം മകാതലവും തലാതലം ജംഘകളെന്നു തന്നെ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. ജാനുക്കൾ സുതലം നങ്ങതല വിതലങ്ങൾ പീനവൃത്തങ്ങളാകമൂരു കാണ്ഡങ്ങൾ രണ്ടും മെഥിനീ ചക്രം ജഗനോഭയം നവസ്ഥലം ആദിമധ്യാന്തമില്ലായാതവനാഭിസ്ഥലം ദേവലോകം പോലുരസായത് ഗളമൂലം കേവലം മഹർലോകം ലലാടം തപോലോകം കേളടോ ജനലോകം തുണ്ടമായത് സത്യമേള നിർമ്മല ലോകം ഉത്തമാങ്കാന്തം പ്രഭു. ശക്രാദിലോകപാലന്മാരെല്ലാം കരങ്ങൾ പോൽ ദിക്കുകൾ കർണങ്ങളും ദസ്രന്മാർ നാസായുഗ്മം വക്രമായതാഗ്നി നേത്രമാദിത്യൻ തന്നെ നക്താധിപതി മനസ്സായതെന്നറിഞ്ഞാലും ബുദ്ധിവാഗീശൻ കോപകാരണം അഹങ്കാരം രുദ്രനായത് വജസ്സൊക്കെയും ഛന്ദസ്സുകൾ ഭ്രൂഭംഗം കാലക്രമം ദംഷ്ട്ര അന്തകൻ തന്നെ ശോഭ തേടിയിടും ദ്വിജഭക്തികൾ നക്ഷത്രങ്ങൾ ഹാസമായത് ജഗന്മോഹിനി മഹാമായ വസനാവാങ്കോദയമീക്ഷണം ജഗൽ സർവം ഉന്മേഷ നിമേഷങ്ങൾ വാസര നിഷീദിന്യോ ധർമ്മമായത് പുരസ് അധർമ്മം പൃഷ്ഠഭാഗം സപ്തസാഗരങ്ങൾ പോൽ കുക്ഷിയും ബാഹുദേശം സപ്തമാരുതന്മാരും നിശ്വാസക്രമങ്ങൾ പോൽ നദികൾ നദങ്ങൾ നാടികളാകുന്നതെല്ലാം പൃഥ്വീതരങ്ങൾ പോൽ അസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തദ്രോമങ്ങളല്ലോ നിത്യം തൃക്ഷരാം മഹാദേവൻ നൻ ഹൃദയവും നൂനം വൃഷ്ടിരേതസ് മഹാമേഘനം പ്രജാപതി പുഷ്ടിയാം മഹിമതജ്ഞാനയോഗൈക്യേശ്വരി വിഷ്ണുവായത് പരമാത്മാവ് പരബ്രഹ്മം വിഷ്ണുജാത്മജാ നരപാലക ശിഖാമണി ഇങ്ങനെയുള്ള ജഗദ്രൂപമാമകസ്ഥൂലം തിങ്ങിന ഭക്തിയാ നിത്യ ഉൾക്കാമ്പിൽ ഉറപ്പോളം മംഗലാകാരം ധ്യാനിച്ചിടുകിൽ അവന് പാപങ്ങളൊക്കെയും തീർന്ന് വന്നുകൂടിയിടും മോക്ഷം. നിർമ്മലം മഹാമനസ്സാം അവനപേക്ഷകൾ തന്മനക്കാമ്പിൽ ചേർന്ന് നിന്നതൊക്കെയും വരും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിയും സജ്ജനങ്ങളെ അങ്ങനെ ഭഗവാന്റെ സ്ഥൂല സ്വരൂപ വർണ്ണന വിരാട് സ്വരൂപ ധ്യാനം കൊണ്ട് കൃത്യമായി പരീക്ഷത്തിനെ കേൾപ്പിച്ചു. അതായത് ഭഗവാന്റെ പാദങ്ങൾ പാതാളം 14 ലോകങ്ങളും നിന്തിരുവടി തന്നെയാണ്. അതായത് വിരാട് സ്വരൂപത്തിൽ ഈ ഋഗ്വേദം 10ാം മണ്ഡലത്തിലെ 16 ഋക്കുകൾ കൊണ്ടാണ് ഇതിനെ വേദത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വിരാട് സ്വരൂപ ധ്യാനം ഭാഗവത്തിലേക്ക് വ്യാസമഹർഷി കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം വേദങ്ങളൊക്കെ രചിച്ച് വ്യാസമഹർഷിയാണ്. അപ്പോൾ ഭഗവാന്റെ സ്ഥൂല സ്വരൂപ വർണ്ണന, അതായത് വിരാട് സ്വരൂപ ധ്യാനത്തെയാണ്
അതായത് പുരുഷ സൂക്തം എന്ന മഹത്തായിരിക്കുന്ന ഋക്കുകൾ 16 ഋക്കുകളാണ് പുരുഷ സൂക്തം. അപ്പോൾ അത് ഭഗവാൻ വിരാട് സ്വരൂപമായിട്ട് അവതരിച്ചിരിക്കുന്നത് ഭഗവാന്റെ പരിപൂർണമായിരിക്കുന്ന കലകളിൽ നിന്ന് 16 കലകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ച സ്വരൂപാകാരത്തിൽ വിരാട് സ്വരൂപനായി അവതരിപ്പിച്ചത്. അതാണ് നമുക്ക് അതായത് ഋഗ്വേദം 10-ാം മണ്ഡലം പുരുഷ സൂക്തം ആരംഭിക്കുന്നത് തന്നെ സഹസ്രകീർഷാഹ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാത് സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ആ പുരുഷ സൂക്തത്തിൽ അതായത് ഭഗവാന്റെ പാദം ഭൂമിയും അതുപോലെ തന്നെ ശിരസ് അന്തരീക്ഷവും ഈ വൃക്ഷലതാദികളൊക്കെ ഭഗവാന്റെ രോമങ്ങളാണെന്നും ഭഗവാന്റെ ഹൃദയം മഹാദേവനാണെന്നും ഭഗവാന്റെ ആ പുഞ്ചിരിയായ ചിരി തന്നെ മഹാമായയാണെന്നും ദ്വിജഭക്തികൾ നക്ഷത്രങ്ങളാണെന്നും ദംഷ്ട്ര അന്തകനാണെന്നും ഛന്ദസ്സുകളൊക്കെ ഭഗവാന്റെ വാക്കുകളാണെന്നും ലോകത്തിലെ എല്ലാ മനുഷ്യ ജീവനിലും നിലനിൽക്കുന്ന ബുദ്ധി ഭഗവാൻ വാഗീശനാണെന്നും നേത്രമാണ് ആദിത്യനെന്നും മനസ്സ് ചന്ദ്രനാണെന്നും ദശരന്മാർ അസായിത്മം ദിക്കുകൾ കർണങ്ങളാണെന്നും ശക്രാദി ലോകപാലന്മാരെല്ലാം കരങ്ങൾ പോൽ ഭഗവാന്റെ ആയിരക്കണക്കിന് വരുന്ന കരങ്ങളാണ് ഈ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ എന്ന് ഇങ്ങനെ 14 ലോകത്തെയും 14 ലോകത്തിലുള്ള സകല ചരാചര വസ്തുക്കളും ഭഗവാന്റെ അംഗോപാംഗങ്ങളായിട്ട് കണ്ടുകൊണ്ട് സ്ഥൂല സ്വരൂപ വർണ്ണന ചെയ്ത് ഭഗവാനെ ധ്യാനിക്കുന്നതാണ് സ്വരൂപധ്യാനത്തിലൂടെ മോക്ഷം കിട്ടാൻ പരിപൂർണമായ ഉപാധി എന്ന് പരീക്ഷത്തിനെ ശുകബ്രഹ്മർഷി ബോധിപ്പിക്കുന്ന ആശയമാണ് ഇവിടെ ഈ വിരാട് സ്വരൂപ ധ്യാനത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹരി ഓം. നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ ബാക്കി സൂചിപ്പിക്കാം. ഓം നമസ്തേസ്തു മഹാമായേ ശ്രീവീരേ സുരഭൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമസ്തുതേ. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമ്യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.